ഞാനിപ്പോൾ ഇരിക്കുന്നത് കർണാടകയുടെ അമ്പാരി ഉത്സവിലാണ് കേട്ടോ. അതായത് ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകാൻ ഞാൻ യൂസ് ചെയ്ത സ്ലീപ്പർ ബസ്സാണ് അമ്പാരി ഉത്സവ്. ഞാൻ ഈ അടുത്ത സമയത്ത് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ച് ക്വസ്റ്റ്യൻ എന്നല്ല, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് കർണാടക RTCയുടെ അമ്പാരി ഉത്സവവും അതേപോലെ തന്നെ നമ്മുടെ കേരള RTCയുടെ ഗജരാജും തമ്മിൽ കമ്പയർ ചെയ്യാവോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വിച്ച് വൺ ഈസ് ബെസ്റ്റ് എന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ഐ ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് റെസ്പോൺസ് ഫ്രം യു പീപ്പിൾ ആൻഡ് ഐ എം സോ ഹാപ്പി ഇൻ ദാറ്റ്. കാരണം എന്നെപ്പോലൊരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് എന്താ പറയുക, നല്ലൊരു അറ്റൻഷൻ നിങ്ങൾ തന്നു. ഞാൻ എങ്ങനെ അമ്പാരി ഉത്സവത്തിനകത്ത് കയറിയപ്പോൾ തന്നെ ആദ്യം കണ്ണിൽ പെട്ടത് ഇതിനകത്ത് ഡ്രൈവറിൻ്റെയും കണ്ടക്ടറിൻ്റെ യൂണിഫോം ആണ്. കമ്പയർഡ് ടു കേരള RTC ഭയങ്കര ക്ലാസ് ലുക്കാണ് അവരുടെ യൂണിഫോമിന്. സത്യമല്ല ഞാൻ പറഞ്ഞത്. അമ്പാരി ഉത്സവത്തിന്റെ മാത്രമല്ല കേട്ടോ, കർണാടക RTCയുടെ എല്ലാ ബസ്സിന്റെയും ഡ്രൈവേഴ്സിന്റെയും കണ്ടക്ടേഴ്സിന്റെയും യൂണിഫോം ഭയങ്കര ക്ലാസ് ലുക്കാണ്. ഞാൻ ആക്ച്വലി എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയത് ഗജരാജിലായിരുന്നു കേട്ടോ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, എന്തുകൊണ്ടാണ് അൺഫോർച്ചുനേറ്റ് ആയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാനത് ഷൂട്ട് ചെയ്തില്ല ആൻഡ് ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. കാരണം എനിക്ക് ഇപ്പോൾ അതിനകത്തൊരു റിഗ്രഷൻ ഉണ്ട്. നമ്മുടെ ഗജരാജിൽ ഇല്ലാത്ത ഒരു സംഭവം ഈ അമ്പാരി ഉത്സവത്തിൽ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ചാർജിങ് പോയിന്റ്സ്. ഇപ്പൊ സ്ലീപ്പർ ബസ് എന്ന് പറയുമ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങിപ്പോകാനുള്ള കംഫർട്ടാണല്ലോ മാക്സിമം നോക്കുന്നത്. ഇപ്പൊ 2 ബസ് നോക്കുവാണെങ്കിലും വാസ് സോ സൂപ്പർ സ്പേഷ്യസ്. ഡ്യൂഡ്സ്, ദേ KSRTC എഴുതി വെച്ചേക്കുന്ന കണ്ടില്ലേ. എനിവേ, പിന്നെ ഡബിൾ സീറ്റ് ആണെങ്കിലും സിംഗിൾ സീറ്റ് ആണെങ്കിലും ഒക്കെ ഇരിക്കാനും കിടക്കാനും ഒക്കെ കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് നമ്മുടെ ഗജരാജായിരുന്നു കേട്ടോ. അതെന്താ റീസൺ എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ ഒന്ന് പറയാം. ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ്. ഡ്രൈവർ ചേട്ടൻ ദേ ആകെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുകയാണ്. ഇനി വല്ല പണി വരുമോയെന്ന് അറിയില്ലല്ലോ, കാലം അങ്ങനെയല്ലേ. അപ്പോൾ അതേ പുറകിൽ നമ്മുടെ കണ്ടക്ടർ ചേട്ടനും വല്ലാത്ത പേടി. ഇതെന്താ ഇങ്ങനെയെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ അദ്ദേഹം കയറിയ ആളുകളുടെ എണ്ണമൊക്കെ എടുത്ത് ചെക്ക് ചെയ്തതിന് ശേഷം തിരിച്ചുപോയി. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൽ കയറി സ്ഥാനം പിടിച്ചു. അങ്ങനെ കയറി നോക്കിയപ്പോഴാണ് ഡ്യൂഡ്സ് എനിക്ക് ആദ്യത്തെ ചതി മനസ്സിലായത്. ഈ പില്ലോ കണ്ടോ, നല്ല തടി കഷണം പോലെ ഇരിക്കുന്നു. സെയിം ഇതേ അവസ്ഥ ഞാൻ പണ്ടൊരിക്കൽ ഇവിടുന്ന് പ്രൈവറ്റ് ബസ്സിൽ ബാംഗ്ലൂർ പോയപ്പോഴും സംഭവിച്ചതാണ് കേട്ടോ. ഈ ഒരു പില്ലോ എന്ന് പറയുന്നത് ആക്ച്വലി ഇൻബിൽട്ട് ആക്കിയാണ് അവർ വെച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാൻ പറ്റത്തില്ല. സോ എനിക്ക് പ്രോപ്പറായിട്ട് ഇതിനകത്ത് ചാരി ഇരിക്കാനും പറ്റുന്നില്ല. ഞാൻ ഇതിന്റെ പില്ലോ കണ്ടപ്പോൾ ആദ്യം മനസ്സിൽ വിചാരിച്ചത് ഗജരാജിനെയാണ് കേട്ടോ. കാരണം നമുക്ക് കിടക്കുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വേണ്ടത് ബെഡും അതേപോലെ പില്ലോ ആണ്. അതിന്റെ പില്ലോ എന്ന് പറയുന്നത് സൂപ്പർ സോഫ്റ്റ് ആൻഡ് കോംഫി ആയിരുന്നു. പിന്നെ ഇരിക്കുമ്പോൾ അത്യാവശ്യം നീളമുള്ളവർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ, തലയൊന്നും മുട്ടില്ല. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഡേ ടൈം ആണ്, നല്ല കേട്ടോ. രാത്രികൾ ബാംഗ്ലൂർ നഗരത്തിലെ ലൈറ്റ് ആണ്. പിന്നെ ഉറക്കം സൂപ്പർ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സ്ലീപ്പർ ബസ്സിൽ അത്ര കംഫർട്ടബിൾ ആയിട്ട് ആർക്കും കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ബട്ട് ബെഡിന്റെ ഒരു കംഫർട്ടബിലിറ്റി നോക്കുവാണെങ്കിൽ ഗജരാജ് ഈസ് ഫാർ ബെറ്റർ ദാൻ അമ്പാരി. പിന്നെ അമ്പാരിക്ക് രാത്രിയിൽ 3 ഹോൾട്ട് ഉണ്ടായിരുന്നു, അതായത് ചായ കോഫി കംഫർട്ട് സ്റ്റേഷൻ. പക്ഷേ ഗജരാജിന് ആകെ 1 ഉണ്ടായിരുന്നു. ഗജരാജും അമ്പാരിയും ഒക്കെ എന്നെ കറക്റ്റ് ടൈമിൽ തന്നെ എന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു. പ്രൈസ് ലെവൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഗജരാജ് വാസ് ഫാർ cheaper than Ambari. So I have a request, we Kerala people at least try our Gajraj next time. കാരണം ഈ ഒരു വണ്ടി ഇങ്ങനെ കൊണ്ടു നടക്കാൻ ഇതിന്റെ സ്റ്റാഫ് വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. So we should consider them.